मौलाना ईसा बंदे इलाही नक्शबंदी के बयानात सुनने के लिए अभी सब्सक्राइब करें ईसा बंदे इलाही ऑफिशियल। ബഹുമാനമുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇൽമ് അഥവാ വിജ്ഞാനം അത് പൊതുവേ തന്നെ വളരെ മഹത്തരമായ ഒരു കാര്യമാണ്. ആ ഇൽമിൽ അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ദൈവികമായ ഇൽമ് കൂടിച്ചേരുകയാണ് എങ്കിൽ, അതിൽ ദൈവികതയുടെ സ്പർശനമുണ്ടായി കഴിഞ്ഞാൽ അതിലൂടെ മനുഷ്യൻ അത്യുന്നതമായ ദറജയിലേക്ക്, ഉയർന്ന സ്ഥാനത്തേക്ക് ആ ഇൽമിലൂടെ എത്തിച്ചേരുന്നതാണ്. വിജ്ഞാനം അത് രണ്ട് തരത്തിലാണുള്ളത്. ഒന്ന്, പ്രത്യക്ഷ ദൃഷ്ടിയിൽ നമ്മൾ കാണുന്ന ഭൗതികമായ വസ്തുക്കളെ കുറിച്ചുള്ള ഇൽമ്, കടലിനെ കുറിച്ചുള്ള ഇൽമ്, ആകാശത്തെ കുറിച്ചുള്ള ഇൽമ്, ഭൗതികമായ വസ്തുക്കളെ കുറിച്ചുള്ള ഇൽമ്. മറ്റൊന്നുണ്ട് ഇലാഹിയായ ഇൽമാണ്, അല്ലാഹുവിൽ നിന്നുള്ള അറിവാണ്. അതെന്താണ്? മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരിലേക്ക് അവതരിപ്പിച്ച ഇലാഹിയായ ഇൽമ്. ആ ഇലാഹിയായ ഇൽമാണ് മുഴുവൻ ഇൽമുകളെക്കാളും ശ്രേഷ്ഠമായത്. അതിലൂടെ മനുഷ്യൻ ആ ഇൽമിലൂടെ അത്യുന്നതമായ സ്ഥാനത്തേക്ക് മനുഷ്യൻ എത്തുന്നതാണ്. ये इल्म इलाही सिर्फ अवाम और उलमा के लिए नहीं है। ये सिर्फ उलमा के लिए नहीं है कि इल्म इलाही सिर्फ उलमा हासिल करें। इल्म इलाही तो सबको हासिल करना चाहिए। ये इल्म इलाही तो सबको हासिल, नबी करीम जनाब सरकार दो आलम सल्लल्लाहु अलैहि वसल्लम से सहाबा ने इल्म इलाही को हासिल किया है, और इस इल्म इलाही को हासिल करने के बाद बुलंदी तक पहुंचे हैं। और आज हम लोगों ने इसे महदूद कर दिया है कि इल्म इलाही कुछ ही फर्दों को सीखना, बाकी हर फर्द वो समझता है कि हमें इल्म इलाही को सीखने की कोई जरूरत नहीं है, न उस पर कोई तवज्जो की जरूरत है। याद रखें, वफ़ौक़ कुल्लि इल्मिन अलीम, कुरान फरमा रहा है कि इस इल्म इलाही को जो सीखेगा, याद रखना, इल्म पर इल्म उसे बुलंद करता चला जाएगा, वो बुलंदी तक पहुंच जाएगा। इसीलिए कहा गया कि हर इल्म वाले के ऊपर एक इल्म वाला है। यहाँ से मतलब और यहाँ से ये माना मालूम होता है कि इंसान जितना इल्म हासिल करता है बुलंदी तक पहुँचता है। यहाँ से ये बात भी मालूम होती है कि हर शख्स को इल्म हासिल करना चाहिए। इल्म हासिल करेगा तो वो इंसान कमाल दर्जे का आगे पहुँचेगा। ഇന്ന് പൊതുവെ ഒരു ധാരണ എന്താണ്? ആത്മീയമായ ഇൽമ്, ദൈവികമായ ഇൽമ്, ദീനിന്റെ ഇൽമ്, ഇലാഹിയായ വിജ്ഞാനം അത് ഉലമാക്കളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ആലിമീങ്ങളാണ് അത് പഠിക്കേണ്ടത്. അതിലെ ഗവേഷണം ആലിമീങ്ങളുടെ ഉത്തരവാദിത്തമാണ്. പൊതുജനത്തിന് അതുമായി യാതൊരു ബന്ധമില്ല എന്നുള്ളൊരു ധാരണ പൊതുവെ സമൂഹത്തിലുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. മറിച്ച് മുഴുവൻ മനുഷ്യരുടെ മേലും, മുഴുവൻ ആൾക്കാരുടെ മേലും ബാധ്യതയാണ് ഇലാഹിയായ ഇൽമ് കരസ്ഥമാക്കുക, അല്ലാഹുവിൽ നിന്നുള്ള ജ്ഞാനം മനസ്സിലാക്കുക എന്നുള്ളത്. അതിലൂടെയാണ് മനുഷ്യൻ ഉയർന്ന ദറജയിലേക്ക് എത്തുന്നത്. അല്ലാഹു തആല പറയുന്നുണ്ട്, വഫൗഖ കുല്ലി ദീ ഇൽമിൻ അലീം, ഓരോ ഇൽമുള്ള ആളുടെയും മേൽ കൂടുതൽ അറിവുള്ള മറ്റൊരാളുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അഥവാ എത്ര ഇൽമ് സമ്പാദിച്ചാലും ഇൽമിന്റെ പാരമ്യത്തിലേക്ക് എത്തുകയില്ല. പഠിച്ചുകൊണ്ടേയിരിക്കണം. പഠിക്കും തോറും മനുഷ്യൻ ഇലാഹിയായ ഇൽമ് കരസ്ഥമാക്കും തോറും ഉയർന്ന ദറജയിലേക്ക് എത്താൻ സാധിക്കും. ഒരുപടി മുകളിലുള്ള ദറജയിലേക്ക് ഓരോ ഇൽമും കരസ്ഥമാക്കുമ്പോൾ ഒരുപടി മുകളിലേക്ക് എത്താൻ കഴിയും. അതുകൊണ്ട് ഇൽമിന്റെ വഴിയിൽ ഉലമാക്കൾ മാത്രമല്ല, എല്ലാവരും ഇലാഹിയായ ഇൽമിന്റെ വഴിയിലേക്ക് തിരിയണം. हमारे यहाँ सबसे बड़ी कमजोरी ये है कि इल्म इलाह को सीखने के लिए इंसान तैयार नहीं है। ये दर्द है, ये रोना है। और खास करके ऐसे इलाकों की तरफ, जिस इलाकों की तरफ जाते हैं, उन इलाकों के अंदर देखा जाता है वो ये समझते हैं कि हम तो बहुत नीचे की तरफ रहते हैं, हमें इल्म इलाही को सीखने की क्या जरूरत है। वो उसका न शौक रखते हैं न जज्बा रखते हैं। ऐसे वक्त में मैं सलाम पेश करता हूँ मौलाना मुनीर साहब को कि मौलाना मुनीर साहब ने जज्बा पेश किया, ये शौक पेश किया, और उन्होंने ऐसा इदारा कायम किया कि जहाँ इल्म इलाही को सीख
सीखने के लिए, इल्म इलाही को मजबूत करने के लिए, दिलों में उतारने के लिए, सिर्फ इल्म इलाही के लिए सिर्फ आगे नहीं बढ़े हैं। अल्लाह अकबर कबीरा, अल्लाह अल्लाह। ऐसे वक्त में मैं सलाम पेश करता हूँ, मौलाना मुनीर साहब ने सिर्फ इतना नहीं किया, इस आजिज को दावत देने के बाद ये लफ्ज कहा कि आपको आना है, और यहाँ पर सिर्फ ये नहीं कि एक बात हो जाए, बल्कि दिल की ख्वाहिश ये है कि इंसान के दिल को अल्लाह की तरफ माइल करना, दिल में अल्लाह की मोहब्बत को उतारना, दिल में अल्लाह की मोहब्बत, अल्लाह के प्यार को उतारना। इसके लिए उन्होंने जज्बा रखा और मुझे कहा कि आपको आना है। अल्लाह इनके इस मोहब्बत को कबूल मंजूर फरमाए। ഇന്ന് പൊതുവെ കണ്ടുവരുന്നൊരു സാഹചര്യം എന്താണ്? ജനങ്ങൾക്ക് ഇൽമ ഇലാഹിയോട്, ആത്മീയമായ അല്ലാഹുവിൽ നിന്നുള്ള നുബുവത്തിന്റെ ഇൽമിനോട് ജനങ്ങൾക്ക് ഇന്നൊരു വിരസതയാണ്, അതിനോട് താല്പര്യമില്ലാത്ത സാഹചര്യമാണ്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ചില പ്രദേശങ്ങളിൽ, ചില മേഖലകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ആർക്കും തന്നെ ഇൽമിനോട്, ഖുർആനിന്റെ, ഹദീസിന്റെ, ഇലാഹിയായ ഇൽമിനോട് ഒരു താല്പര്യവുമില്ലാത്ത മേഖലകളുണ്ട്. അത്തരമൊരു മേഖലയിലാണ് ബഹുമാനായ മുനീർ മൗലവി അവറുകൾ മാഷാ അല്ലാഹ് വലിയൊരു ചുവടുവെപ്പ് നടത്തിയിരിക്കുന്നത്. ജനങ്ങൾക്ക് ഇൽമിനോട് താല്പര്യമില്ലാത്ത സ്ഥലങ്ങളിലുള്ളവരും ഇൽമുമായി ബന്ധപ്പെടണം, അതിനുവേണ്ടി വലിയൊരു പരിശ്രമം മാഷാ അല്ലാഹ് അദ്ദേഹം ഇവിടെ നടത്തുകയും അതിനുവേണ്ടി ഒരു സ്ഥാപനം സ്ഥാപിക്കുകയും വലിയ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ അൽഹംദുലില്ലാഹ് ഞാൻ വളരെ നന്ദിയോടുകൂടി സ്മരിക്കുകയാണ്, എന്നെ ഈ ഒരു സമ്മേളനത്തിലേക്ക് അദ്ദേഹം ക്ഷണിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഞാൻ ആ കാര്യം ഓർക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ നമ്മുടെ പരിപാടിയിലേക്ക് വരണം, ഒരു വെറുതെ ഒരു സംസാരത്തിന് വേണ്ടി, ഒരു ബയാൻ നടത്താൻ വേണ്ടിയിട്ടല്ല, മറിച്ച് വന്നുകൂടുന്ന ജനങ്ങളുടെ ഹൃദയത്തിൽ അല്ലാഹുവുമായിട്ടുള്ള സ്നേഹവും അല്ലാഹുവുമായിട്ടുള്ള ബന്ധവും ഊട്ടിയുറപ്പിക്കണം. ജനങ്ങളുടെ ഹൃദയങ്ങളിൽ അല്ലാഹുവിനോടുള്ള മഹബ്ബത്തും അല്ലാഹുവിന്റെ ജ്ഞാനത്തോടുള്ള മഹബ്ബത്തും ഉണ്ടാകണം. അത്തരത്തിൽ നിങ്ങൾ അവിടെ വന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞ് അദ്ദേഹം ക്ഷണിക്കുകയുണ്ടായി. അല്ലാഹു അദ്ദേഹത്തിന് നല്ല പ്രതിഫലം നൽകാൻ ഗ്രഹിക്കുമാറാകട്ടെ. इल्म इलाही जब इस जमीन पर उतारा जा रहा था, उससे पहले कितना ख्याल रखा गया। मैं सिरे से इस बात को समझाऊंगा कि कितना एहतियाती पहलू अपनाया गया। नबी करीम जनाब सरकार दो आलम सल्लल्लाहु अलैहि वसल्लम के कल्ब अतहर, प्यारे दिल को चुना गया। नबी करीम जनाब सरकार दो आलम सल्लल्लाहु अलैहि वसल्लम को चुना गया। और जब इल्म इलाही उतारा जा रहा था तो दूसरे नंबर पर जो कोशिश की गई वो फरिश्ते को, ऐसे फरिश्ते जो पाकबाज फरिश्ते हैं, जो प्यारे फरिश्ते हैं, अमीन जिसका लफ्ज कहा गया, उनको चुना गया ताकि ये कुरान करीम यानी इल्म इलाही उतारा जाने वाला था। इस इल्म इलाही के उतारने के लिए एहतियाती पहलू अपनाया जा रहा। और तीसरे नंबर पर जो कोशिश की गई कि जब इल्म इलाही उतारा जाने वाला था, इससे पहले जो शयातीन ऊपर जाया करते थे, ऊपर जाकर फरिश्तों की बातों को सुनकर नीचे आकर, वहां आकर जमीन पर आकर काहिनों को बतलाया करते थे। तो इल्म इलाही को उतारने के लिए एहतियाती पहलू के शैतान का ऊपर जाना बंद करवा दिया गया। അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ദുനിയാവിലേക്ക് അവതരിപ്പിച്ചിരിക്കുന്ന ഇൽമ ഇലാഹി, ദൈവികമായ അറിവ്, നുബുവത്തിന്റെ ജ്ഞാനം, അറിവ് എന്ന് പറയുന്നത് അത് എത്രത്തോളം മഹത്തരമാണ്. അത് പവിത്രമാകാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ അല്ലാഹു തന്നെ ഒരുക്കിയിട്ടാണ് ആ ഇൽമിനെ അല്ലാഹു ഭൂമിയിലേക്ക് അവതരിപ്പിച്ചത്. നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും, മനസ്സിലാക്കാൻ കഴിയും. ആ ഇൽമിനെ അവതരിപ്പിക്കാൻ വേണ്ടി അല്ലാഹു തിരഞ്ഞെടുത്ത ഹൃദയം ഏതാണ്? മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുഗ്രഹീതമായ പരിപാവനമായ ഹൃദയത്തെയാണ് ആ ഇൽമിന്റെ മണ്ഡലമായി, അതിന്റെ കേന്ദ്രമായി, അത് ഇറക്കുന്ന സ്ഥലമായി അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്തത്. ആ ഇൽമിനെ കൊണ്ടുവരാൻ, ദുനിയാവിലേക്ക്, ഭൂമിയിലേക്ക് ആ ഇൽമിനെ ഇറക്കിക്കൊണ്ടുവരാൻ അല്ലാഹു തിരഞ്ഞെടുത്തത് ആരാണ്? റൂഹുൽ അമീൻ, മഹാനായ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. അല്ലാഹുവിന്റെ ഏറ്റവും അടുത്ത മലക്കിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്തു. അതേപോലെ തന്നെ ആ ഇൽമിനെ എത്രത്തോളം അല്ലാഹു പരിശുദ്ധമാക്കി, എത്രത്തോളം സംരക്ഷിച്ചു എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് നുബുവത്തിന്റെ ഇൽമ അവതരിക്കുന്നതിന്റെ തൊട്ട് മുമ്പ് വരെയും
ദുനിയാവിലുള്ള പിശാചുക്കൾക്ക് ആകാശത്തേക്ക് കടന്നു ചെല്ലാൻ സാധിക്കുമായിരുന്നു. ആകാശത്തെ വർത്തമാനങ്ങൾ ഒപ്പിയെടുക്കാൻ അവർക്ക് കഴിയുമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നബുവത്തിന്റെ ഖുർആനിന്റെ അവതരണം അല്ലാഹു തുടങ്ങിയപ്പോൾ ഭൂമിയിൽ നിന്നും പിശാചുക്കൾക്ക് ആകാശത്തേക്കുള്ള പ്രവേശനത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിരോധിക്കുകയും പിശാചുക്കൾക്ക് ആകാശ വർത്തമാനങ്ങൾ ഒപ്പിയെടുക്കാൻ കഴിയാത്ത തരത്തിൽ സുരക്ഷിതത്വം ആകാശമണ്ഡലത്തിൽ ഏർപ്പെടുത്തിയ ശേഷമാണ് അല്ലാഹു നബുവത്തിന്റെ വിജ്ഞാനത്തെ, ഖുർആനിന്റെ വിജ്ഞാനത്തെ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിലൂടെ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളുടെ ഹൃദയത്തിലേക്ക് അവതരിപ്പിക്കുന്നത്. ये 3 बात नबी करीम जनाब सरकार दो आलम सल्लल्लाहु अलैहि वसल्लम को, दूसरे नंबर पर रूहुल अमीन और तीसरे नंबर पर शैतान का ऊपर जाना बंद कर दिया गया। चौथे नंबर पर क्या ख्याल किया गया? जबकि नबी करीम जनाब सरकार दो आलम सल्लल्लाहु अलैहि वसल्लम महबूब कुल फखरे दो आलम सरकार दो आलम सल्लल्लाहु अलैहि वसल्लम क्या किया गया? सीना को चाक किया गया। जैसे ही सीने को चाक किया गया, जबकि नबी करीम जनाब सरकार दो आलम सल्लल्लाहु अलैहि वसल्लम गुनाहों से बिल्कुल पाक है, गुनाह उससे पाक, उसके बावजूद नबी करीम जनाब सरकार दो आलम सल्लल्लाहु अलैहि वसल्लम का सीना चाक किया गया और निकाला गया, दिल को निकाला गया, आबे ज़मज़म से धोया गया। नबी करीम जनाब सरकार दो आलम सल्लल्लाहु अलैहि वसल्लम मासूम अनिल खता है, उसके बावजूद सीना, क्योंकि इल्मे इलाही उतारा जाने वाला है। सुभान अल्लाह, अल्लाह अकबर कबीरा। क्या मोहब्बत! इस इल्मे इलाही को उतारने के लिए अल्लाह रब्बुल इज्जत कितना ख्याल फरमा रहे हैं। नबी करीम जनाब सरकार दो आलम सल्लल्लाहु अलैहि वसल्लम को चुना और रूहुल अमीन के ऊपर रूहुल अमीन के जरिए उतारा गया, जो रूहुल अमीन अमानतदार है। और तीसरे नंबर पर ख्याल किया गया कि शयातीन का ऊपर जाना बंद कर दिया गया, इसलिए कि ऊपर से झूठी बात नीचे न उतार दे। और चौथे नंबर पर आपका ये नामदार मोहम्मद अरबी जनाब सरकारे दो आलम सल्लल्लाहु अलैहि वसल्लम के शक के सदर किया गया और वहां से सीने को साफ किया गया, दिल को साफ किया गया, आबे ज़मज़म के जरिए धोया गया। ഇതിനോടൊപ്പം തന്നെ ഒന്നാമത് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ റസൂലുള്ളാഹി തങ്ങളുടെ പവിത്രമായ ഹൃദയത്തിലാണ് നബുവത്തിന്റെ ഇൽമിനെ, ഇലാഹിയായ ഇൽമിനെ അവതരിപ്പിച്ചത്. രണ്ടാമത് ജിബ്രീൽ അലൈഹിസ്സലാമാണ് അതിനെ കൊണ്ടുവന്നത്. മൂന്നാമത് മലക്കുകൾക്ക് ആകാശ ലോകത്തേക്ക് ശ്രദ്ധിക്കാനും അവിടുത്തെ വർത്തമാനം കേൾക്കാനുമുള്ള സാഹചര്യം നിരോധിച്ചുകൊണ്ട് അല്ലാഹു അവിടെ സുരക്ഷിതത്വം ഏർപ്പെടുത്തി. പഴയ കാലഘട്ടങ്ങളിൽ ഈ പിശാചുക്കൾ അവിടേക്ക് ശ്രദ്ധിച്ച് കേൾക്കുകയും പിശാചുക്കൾ ആ വർത്തമാനം മന്ത്രവാദികൾക്ക് വന്ന് കേൾപ്പിച്ചു കൊടുക്കുകയും ചെയ്യുമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പിശാചുക്കളുടെ ആകാശത്തേക്കുള്ള പ്രവേശനത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിരോധിച്ചു. അതിനോടൊപ്പം നാലാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലാദത്തൻ മഅസൂമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജന്മനാ മഅസൂമായ പാപങ്ങളിൽ നിന്ന് പരിശുദ്ധരാക്കപ്പെട്ടവരാണ്. എന്നാൽ അതിനോടൊപ്പം അനുഗ്രഹീതമായ നബുവത്തിന്റെ വിജ്ഞാനം അല്ലാഹുവിന്റെ റസൂലിലേക്ക് അവതരിപ്പിക്കുന്നതിന് മുന്നോടിയായി ഹബീബായ നബിയുടെ അനുഗ്രഹീതമായ നെഞ്ചു പിളർന്ന് അവിടുത്തെ പവിത്രമായ ഹൃദയം പുറത്തെടുത്ത് അനുഗ്രഹീതമായ സംസമിന്റെ വെള്ളത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹൃദയത്തെ വീണ്ടും കഴുകി അതിനെ തിരിച്ചു വെച്ചിട്ടാണ് ആ ഹൃദയത്തിലേക്കാണ് പരിശുദ്ധമായ നബുവത്തിന്റെ ഇലാഹിയായ ഇൽമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിക്കുന്നത്. അത്രത്തോളം പരിശുദ്ധമായ പരിപാവനമായ ഒരു ഇൽമിന്റെ വക്താക്കളാണ് നാം. एक नुक्ते की बात नकल कर दूं, पॉइंट की बात नकल कर दूं। मौलाना मुझे अचानक याद आया कि इल्म इलाही के लिए नबी करीम जनाब सरकार दो आलम सल्लल्लाहु अलैहि वसल्लम का शक सदर किया गया, शक सदर किया गया नबी करीम जनाब सरकार दो आलम सल्लल्लाहु अलैहि वसल्लम का। लेकिन हमारे लिए ये नहीं कहा गया कि आप हॉस्पिटल में जाए, शक सदर पहले करे, सफाई करे, इसके बाद कुरान मिलेगा, इल्म इलाही मिलेगा, उससे पहले नहीं मिलेगा। शक सदर हमारे लिए नहीं है, जबकि अल्लाह के रसूल जनाब सरकार दो आलम, और ये भी नहीं कहा गया कि पहले खानका जाए, दिल को साफ करके आए, फिर बाद में आपको इल्म इलाही मिलेगा, उससे पहले इल्म इलाही नहीं मिलेगा। सलाम हो, अल्लाह रब्बुल इज्जत ने हमारे लिए कितना प्यारा कुरान करीम अता फरमाया है कि कुरान
छोटा बच्चा मदरसे में आता है, कुरान सीख रहा है, इल्म इलाही को सीख रहा है, लेकिन नबी करीम जनाब सरकार दो आलम सल्लल्लाहु अलैहि वसल्लम पर उतारा जा रहा था, शक्के सदर किया गया। और अल्लाह अकबर कबीरा, हम तो गुनाह करके आंखों से गुनाह, जबान से गुनाह, कान से गुनाह, कुरान खोल के पढ़ने लग गए, हमारे लिए कोई कैद बंद नहीं है। और कहा कि कुरान आप भी सीख सकते हैं। और ताज्जुब खेज बात है, नबी करीम जनाब सरकार दो आलम सल्लल्लाहु अलैहि वसल्लम पर तो हमारे ऊपर ये पाबंदी नहीं लगी है। हमें ये नहीं कहा गया कि आपको जाना पड़ेगा हॉस्पिटल में और जाकर दिल को साफ करना पड़ेगा, या ये नहीं कहा गया कि आपको खानकाह में जाने के बाद आप पहले दिल की इस्लाह करो फिर तुमको कुरान और इल्म इलाही मिलेगा, उससे पहले इल्म इलाही नहीं मिलेगा। ഇതിന്റെ കൂട്ടത്തിൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അള്ളാഹു ഈ ഖുർആനിനെ, നുബുവത്തിന്റെ ഇൽമിനെ എത്രത്തോളം അള്ളാഹു എളുപ്പമാക്കിയിരിക്കുന്നു, നമ്മോട് അള്ളാഹു എത്ര കരുണ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ ഇലാഹിയായ വിജ്ഞാനത്തെ അള്ളാഹു അവതരിപ്പിക്കുന്നതിന് മുമ്പായി അവിടുത്തെ അനുഗ്രഹീതമായ ഹൃദയത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല സംസമിന്റെ വെള്ളം കൊണ്ട് പടച്ചവൻ കഴുകി വൃത്തിയാക്കുകയുണ്ടായി. പക്ഷേ ആ നുബുവത്തിന്റെ ഇൽമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എത്ര എളുപ്പമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ആ ഇൽമ് സമ്പാദിക്കുന്നതിന് മുമ്പായി നമ്മോട് പോയി നമ്മുടെ ഹൃദയം പ്രത്യക്ഷത്തിലോ അല്ലെങ്കിൽ ആത്മീയമായോ അതിനെ പരിശുദ്ധപ്പെടുത്താൻ അല്ലാഹു നമ്മോട് ആവശ്യപ്പെടുന്നില്ല. നാം ഹോസ്പിറ്റലിലേക്ക് പോകണം, നമ്മുടെ ഹൃദയം നമ്മൾ കഴുകണം, അങ്ങനെ അല്ലാഹു നിഷ്കർഷിക്കുന്നില്ല. അല്ലെങ്കിൽ ആത്മീയ സരണിയിലുള്ള മഹാരഥന്മാരെ സമീപിക്കണം, അവരുടെ അടുക്കൽ ചെന്ന് സുലൂക്കിന്റെ വഴിയിൽ പ്രവേശിച്ച് നമ്മുടെ ഹൃദയങ്ങളെ ആത്മസംസ്കരണം ഉണ്ടാക്കിയെടുത്തതിന് ശേഷം മാത്രമേ ഇലാഹിയായ വിജ്ഞാനം നിങ്ങൾക്ക് നൽകുകയുള്ളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിബന്ധന വെച്ചില്ല. അവൻ വലിയ കരുണ കാണിച്ചു. പടച്ച വലിയ ഇൽമിനെ ആമാക്കി എല്ലാവർക്കും പഠിക്കാം. കൊച്ചുകുട്ടിയും പോകുന്ന മദ്രസയിലേക്ക് ഖുർആനിന്റെ ഇൽമിനെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. പ്രായമുള്ള ആൾക്കാര് പരിശുദ്ധമായ ഖുർആനിനെ സമീപിക്കുന്നു, തുറന്നു വെക്കുന്നു, പഠിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെ ആമാക്കി എല്ലാവർക്കും അല്ലാഹു ഇതിനെ എളുപ്പമാക്കി. ഇത് റബ്ബ് നമ്മളോട് കാണിച്ച വലിയ കരുണയാണ്. यहाँ पर बैठने वाले से मैं पूछूंगा मौलाना के जरिए कि जरा बतलाओ कि कौन कौन कुरान सीखने के लिए तैयार है या कुरान सीख रहा है अभी, जरा बताएं। जो माशाअल्लाह पढ़ रहे हैं ये तो अलग बात है, अवाम नास में जरा बताएं कि कौन कौन कुरान सीख रहा है। വളരെ ചോദിക്കുന്നത്, ഈ സദസ്സിൽ നിലവിൽ ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കുന്നവർ ആരൊക്കെയാണ്, പഠിക്കാൻ തയ്യാറുള്ളവർ ആരൊക്കെയാണ്? ഉലമാക്കളല്ല, അല്ലാത്തവരൊന്ന് കൈമുട്ടി വളരെ സന്തോഷമായിക്കോട്ടെ. മാഷാ അല്ലാഹ്. नियत इस बात की करें कि इंशाअल्लाह हर शख्स कुरान करीम सीखेगा। എല്ലാവരും നിയത്ത് ചെയ്യും ഇൻഷാ അല്ലാഹ്. നമ്മളെല്ലാവരും പരിശുദ്ധമായ ഖുർആൻ പഠിക്കുമെന്ന് നിയത്ത് ചെയ്യും ഇൻഷാ അല്ലാഹ്. आप सिर्फ कुल हुवल्लाहु अहद बड़े काफ के साथ कुल हुवल्लाहु अहद पढ़ें तो तर्जुमा होगा, माना होगा कि कह दीजिए अल्लाह एक है, और उसको आप छोटे काफ के साथ पढ़िए कुल हुवल्लाहु अहद, तर्जुमा बदल जाएगा, खा लीजिए अल्लाह एक है। നമ്മൾ പരിശുദ്ധമായ ഖുർആൻ നമ്മൾ വിചാരിക്കും നമ്മൾ പഠിച്ചവരാണല്ലോ, പക്ഷേ പഠിക്കുക എന്ന് പറഞ്ഞാൽ അതിനെ ശരിയായി പഠിക്കണം. ശരിയായി പഠിക്കാൻ നാം ഓരോരുത്തരും തയ്യാറാകണം. ഉദാഹരണത്തിന് ഖുൽ ഹുവല്ലാഹു അഹദ് ഖുർആനിന്റെ ഒരു വചനമാണ്, അവിടെ പുള്ളിയുള്ള ഖാഫാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിക്കുന്നത്. ഖാഫാണ്. എന്താണ് അതിന്റെ അർത്ഥം? ഖുൽ പറയുക ഹുവല്ലാഹു അഹദ്, അല്ലാഹു അവൻ ഏകനാകും. നമ്മൾ അശ്രദ്ധമായി കാഫ് നേരെ ഉച്ചരിക്കാതെ കാഫ് പറഞ്ഞു പോയാൽ, പുള്ളിയില്ലാത്ത കാഫ് പറഞ്ഞു പോയാൽ ഭക്ഷണം കഴിക്കൂ, അല്ലാഹു ഏകനാകുന്നു, അർത്ഥം തന്നെ മാറിപ്പോവുകയാണ്. कल्ब का माना बड़े काफ के साथ दिल का होता है, छोटे काफ के साथ अब कल्ब बोले तो कुत्ते का माना हो जाता है, पूरा माना बदल गया। ഖാഫോടുകൂടി ഖൽബ് എന്ന് പറഞ്ഞാൽ ഹൃദയം എന്നാണ് അർത്ഥം. അശ്രദ്ധമായി കാഫായി പോയാൽ നായ എന്നാണ്, പട്ടി എന്നാണ്. पूरा तर्जुमा बदल जाता है। लेकिन एक इंसान वो नहीं मिलता है जो कुरान करीम को सीखे। हजरत वाला हजरत मौलाना अबरारुल्लाह हरदोई रहमतुल्लाह अलैह बम्बई तशरीफ लाए। बम्बई आने के बाद लिफ्ट के ऊपर जाने के लिए, जब ऊपर माले के ऊपर चढ़ने के लिए, ऊपर बिल्डिंग पर चढ़ने के लिए किसी ने कहा कि हजरत लिफ्ट, तो हजरत ने कहा लेफ्ट नीचे उतारे। तो हजरत ने कहा
कि लेफ्ट नीचे उतारे। किसी ने कहा हजरत उसे लेफ्ट नहीं कहते, लिफ्ट कहते हैं। तो कहा बाबा मैं वही तो कह रहा हूं कि लेफ्ट नीचे उतारे। कहा हजरत उसे लेफ्ट नहीं लिफ्ट कहते हैं। तो कहा मैं वही तो कह रहा हूं कि लेफ्ट नीचे उतारे। तो कहा हजरत उसे लिफ्ट नहीं लेफ्ट नहीं लिफ्ट कहते हैं। तो हजरत का चेहरा सुर्ख हो गया और कहा कि तेरी अंग्रेजी में गलती करता हूं, तुझे गुस्सा आता है, कुरान में गलती करता है, रब को गुस्सा नहीं आता होगा। അബ്റാറുൽ ഹഖ് ഹർദവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം വലിയൊരു പണ്ഡിതനായിരുന്നു. മഹാനവറുകൾ ഒരിക്കൽ ലിഫ്റ്റിൽ മേലെ നിന്ന് താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, കെട്ടിടത്തിൽ താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അദ്ദേഹം നമുക്കെല്ലാവർക്കും അറിയുന്ന മഹാനവറുകളാണ്. ബാങ്ക് ശരിയാക്കുക, അക്ഷരം ശരിയാക്കുക, തജ്വീദ് ശരിയാക്കുക, ഇതിലൊക്കെ വലിയ ശ്രദ്ധ ചെലുത്തുന്ന മഹാനായ പണ്ഡിതനായിരുന്നു. ആ ലിഫ്റ്റ് താഴേക്ക് വരുന്ന സമയത്ത് അദ്ദേഹം തന്റെ കൂടെ ലിഫ്റ്റിൽ ഉണ്ടായിരുന്നവർ പറഞ്ഞു, ലെഫ്റ്റ് താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, ലെഫ്റ്റ് ഇപ്പോൾ താഴോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കൂട്ടത്തിലുണ്ടായിരുന്നവർ പറഞ്ഞു, മൗലാന ലെഫ്റ്റ് എന്നല്ല ഇതിന് പറയുന്നത്, ലിഫ്റ്റ് എന്നാണ് പറയുന്നത്. മൗലാന വീണ്ടും പറഞ്ഞു, ലെഫ്റ്റ് താഴോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ തിരുത്തി കൊടുത്തു, ലെഫ്റ്റ് അല്ല ലിഫ്റ്റ് ആണ്. 2-3 തവണ തിരുത്തിയപ്പോ ഈ തിരുത്തുന്ന ആൾക്ക് ചെറിയൊരു കുറച്ച് ശബ്ദമൊക്കെ ഉയർന്നു. മൗലാന പറഞ്ഞു, നിന്റെ ഇംഗ്ലീഷിന്റെ ഒരു അക്ഷരത്തിൽ അതിൽ തെറ്റ് വന്നപ്പോ നിനക്ക് ദേഷ്യം വരുന്നല്ലേ? അള്ളാഹുവിന്റെ കലാമിൽ തജ്വീദിൽ അക്ഷരശുദ്ധിയിൽ അതിൽ മോശം വരുത്തി കഴിഞ്ഞാൽ, തെറ്റ് വരുത്തി കഴിഞ്ഞാൽ അള്ളാഹുവിന് എത്രത്തോളം ദേഷ്യമുണ്ടാകും എന്ന് മഹാനവറുകൾ ഉണർത്തുകയുണ്ടായി. इल्म इलाही को सीखने के लिए आज तैयार नहीं है, इसलिए आज जितने अहबाब बैठे हैं सब नियत करें इंशाअल्लाह कि अब्दुल्ला इब्ने उमर बैठे हैं, उमर इब्ने खत्ताब बैठे हैं, बाप भी बैठा इल्म इलाही को सीखने के लिए और बेटा भी बैठा इल्म इलाही को सीखने के लिए। शर्मा नहीं रहे हैं। और आज हमारा हाल ये है कि बेटे को तो मदरसे में भेज सकते हैं, लेकिन बाप कुरान करीम सीखने के लिए तैयार नहीं है, उलामा के पास जाने के लिए तैयार नहीं, इमामों के पास कुरान सीखने के लिए तैयार नहीं है। जबकि ये शौक होना चाहिए कि हम भी खुद कुरान को सीखेंगे, इल्म इलाही को सीखेंगे। അതുകൊണ്ട് നമ്മളെല്ലാവരും നിയത്ത് ചെയ്യണം, പരിശുദ്ധ ഖുർആൻ ഞാൻ ശരിയാക്കും, ഞാൻ നന്നായി പഠിക്കും. ഇന്ന് നമ്മുടെ അവസ്ഥ എന്താണ്? നമ്മൾ നമ്മുടെ മക്കളെ ഖുർആൻ പഠിക്കാൻ വേണ്ടി, അത് ശരിയാക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുന്നു, മദ്രസയിലേക്ക് പറഞ്ഞയക്കുന്നു. പിതാവിന് പഠിക്കാൻ നാണക്കേടാണ്. സ്വഹാബത്ത് എങ്ങനെയായിരുന്നു? അബ്ദുല്ലാഹി ഇബ്നു ഉമർ സദസ്സിന്റെ ഒരു സ്ഥലത്തിൽ ഒരു മൂലയിൽ ഇരിക്കുന്നു. അതേ സദസ്സിൽ അതേ ക്ലാസ്സിൽ പരിശുദ്ധമായ ഖുർആൻ പഠിക്കുന്നത് പിതാവായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരുമിച്ചിരുന്നു, പരിശുദ്ധ ഖുർആൻ പഠിച്ചു. അവർക്ക് യാതൊരു ലജ്ജയുമില്ലായിരുന്നു. ഇത് നമ്മൾ ലജ്ജിച്ചുകൊണ്ടിരിക്കുന്നു. ഉലമാഇനെ സമീപിക്കാൻ, മദ്രസകളിലേക്ക് പോകാൻ, ഇൽമ പഠിക്കാൻ നാം ഇന്ന് ലജ്ജിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. इल्म इलाही कि जब उतारा जा रहा था, नबी करीम जनाब सरकार दो आलम सल्लल्लाहु अलैहि वसल्लम को मुंतखब किया गया। दूसरे नंबर पर रूहुल अमीन, तीसरे नंबर पर शैतान को ऊपर जाने से रोक दिया गया। चौथे नंबर पर नबी करीम जनाब सरकार दो आलम सल्लल्लाहु अलैहि वसल्लम का शक सद्र हुआ। और 5वें नंबर पर नबी करीम जनाब सरकार दो आलम सल्लल्लाहु अलैहि वसल्लम गार में तशरीफ ले जा रहे हैं, गार में तशरीफ ले जा रहे हैं और गार में जाकर घंटे घंटे बैठ रहे हैं और क्या कर रहे हैं? मुराकबा कर रहे हैं, अल्लाह को याद कर रहे हैं। നമ്മളോട് 4 കാര്യങ്ങൾ പറയപ്പെട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല നബുവത്തിന്റെ ഇൽമിനെ അവതരിപ്പിക്കുന്നതിന് മുമ്പായി പടച്ചവന്റെ സംവിധാനങ്ങളൊന്ന് ഹബീബായ നബിയുടെ അനുഗ്രഹീതമായ ഹൃദയമാണ്. 2 മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ് ഇതിനെ കൊണ്ടുവന്നത്. അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പിശാചുക്കൾക്ക് ആകാശത്തേക്കുള്ള പ്രവേശനത്തെ പടച്ചവൻ നിരോധിച്ചു. 4ാമതായി ഹബീബായ നബിയുടെ അനുഗ്രഹീതമായ ഹൃദയത്തെ അല്ലാഹു കഴുകി വൃത്തിയാക്കി. 5ാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്ത സംവിധാനം മഹാനായ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹിറായിലേക്ക്, ഗുഹയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അയക്കുകയാണ്. നബുവത്തിന് മുമ്പ് നബികൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരമായി ഹിറായിലേക്ക് പോകുമായിരുന്നു. അല്ലാഹുവിന്റെ ധ്യാനത്തിൽ, പടച്ചവന്റെ സ്മരണയിൽ കഴിഞ്ഞുകൂടി, മുറാഖബയിൽ കഴിഞ്ഞ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ ഹൃദയത്തെ കൂടുതൽ തയ്യാറാക്കുകയുണ്ടായി. यह मैं पूछना चाह रहा हूँ फिर दोबारा कि कौन कौन उर्दू समझ रहा है? उर्दू मैं असल में एक जगह पहुँचना चाह रहा हूँ, इसलिए मुझे पूछना है।
कि अल्लाह के रसूल जनाब सरकार दो आलम सल्लल्लाहु अलैहि वसल्लम गारे हीरा में गए तो करते क्या थे? मैंने तो कहा कि मुराकबा करते थे, लेकिन और क्या करते थे या किसी ने क्या लिखा है, जरा कोई बता सकता है मुझे? गारे हीरा में करते क्या थे नबी अलैहिस्सलाम? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിറായിൽ മുറാഖബ ചെയ്തു എന്ന് നമ്മൾ പറഞ്ഞു, ധ്യാനത്തിൽ കഴിഞ്ഞു. മറ്റെന്തൊക്കെയാണ് നബി തങ്ങൾ ചെയ്തതെന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ ചോദിക്കുന്നു. इतनी देर तक मुराकबा करना, पूरे पूरे दिन मुराकबा करना, समझ में आती है बात? आसान है? ഇത്ര നേരം മണിക്കൂറുകൾ അല്ലെങ്കിൽ ദിവസങ്ങൾ മുറാഖബയിൽ ധ്യാനത്തിൽ കഴിയുക അങ്ങനെ സാധിക്കുമോ? അത് എളുപ്പമാണോ? നബിതങ്ങൾ അവിടെ മറ്റെന്താണ് ചെയ്തത്? हो सकता है कोई सवाल पूछेगा आपको. कहा कि अगर 3-3, 4-4 दिन, कई दिन गुजर जाते थे, नबी अलैहिस्सलाम घर से उतरते ही थे और मुस्तकिल मुराकबे में बैठते थे, तो इतना लंबा मुराकबा कोई आसान है? क्या वजूहात है, क्या करते थे, कोई बता सकता? ചിലപ്പോൾ ജനങ്ങൾ നമ്മളോട് ചോദിച്ചേക്കാം, നിങ്ങളോട് ചോദിച്ചേക്കാം, എന്താണ് 3-4 ദിവസങ്ങൾ നിരന്തരമായി ഒരാൾക്ക് മുറാഖബയിൽ ധ്യാനത്തിൽ കഴിയാൻ സാധിക്കുമോ? 3-4 ദിവസങ്ങൾക്ക് ശേഷമാണ് നബിതങ്ങൾ ഹിറയിൽ നിന്ന് പുറത്തു വരാറുണ്ടായിരുന്നത്. നബിതങ്ങൾ അവിടെ എന്താണ് ഇതിന് മാത്രം ചെയ്തിരുന്നത് ചോദിച്ചേക്കാം. कोई कहता है कि इबादत करते थे इब्राहिम अला नबीना अलैहिस्सलाम, किसी ने कुछ कहा, किसी ने कहा कि ईसा अला नबीना अलैहिस्सलाम के तरीके के मुताबिक अमल किया करते थे. सब ने अपनी अपनी बात बताई, बिल्कुल अपनी जगह, बिल्कुल रिवायत में है. आप भी यही बताओगे और यही कहने वाले हो. लेकिन अल्लामा अब्दुल वहाब शहरानी रहमतुल्लाह अलैह ने बहुत प्यारी बात लिखी है, किताब में पढ़ना चाहिए. उन्होंने लिखा है कि नबी करीम जनाब सरकार दो आलम सल्लल्लाहु अलैहि वसल्लम गार में करते क्या थे? तवज्जो आपकी इस तरफ हो, आने जाने वालों की तरफ तवज्जो ना हो, जरा बता दें. എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിക്കുന്നു. വളരെ കുറഞ്ഞ സമയം വിലപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്, ഇങ്ങോട്ട് മാത്രം ശ്രദ്ധിക്കും. अल्लामा अब्दुल वहाब शहरानी रहमतुल्लाह अलैह ने लिखा है कि नबी करीम जनाब सरकार दो आलम सल्लल्लाहु अलैहि वसल्लम गार में जाके करते क्या थे? गार में नबी अलैहिस्सलाम जाके ये करते थे कि पहले मक्कतुल मुकर्रमा के हालात को देखते थे. किसी को मारा जा रहा है, गुलाम को पीटा जा रहा है, जुल्म ज्यादती की जा रही है, मुल्क में अजीब हालात थे. उन हालात को देखकर मेरा मोहम्मद नबी अलैहिस्सलाम तड़पता था. इस तरह समझो कि अगर हमारी माँ का इंतकाल हो जाए, माँ के इंतकाल पर दिल को कैसी तकलीफ पहुंचती है. मुझे अच्छी तरह याद है कि मेरी माँ का इंतकाल, मुझे अचानक ये खबर दी गई. मैं सोया हुआ था, सुबह में मुझे किसी ने उठाया, मेरी बीवी ने उठाया और कहा कि अम्मी का इंतकाल हुआ. ये सुनते हुए मैं ज़ारो कतार रोया हूँ, तड़प गया हूँ. मैं जब तड़प गया हूँ एक माँ के इंतकाल पर, आका नामदार जनाब सरकार दो आलम सल्लल्लाहु अलैहि वसल्लम, बेटा जिस तरह माँ से मोहब्बत करता है या माँ जिस तरह बेटे से मोहब्बत करती है, नबी अलैहिस्सलाम अपनी उम्मत से, इंसानियत से ऐसी मोहब्बत करते थे. और नबी करीम जनाब सरकार दो आलम सल्लल्लाहु अलैहि वसल्लम देख रहे हैं कि गुलाम को सामने खड़ा किया गया, उसकी आंख की पुतली पर तीर का निशान लिया गया और उसकी आंख पर की पुतली में तीर का निशान घुसा और वो गुलाम तड़पता रह गया और बच्ची को जिंदा दरगोर कर दिया गया. मेरे मोहम्मद जनाब सरकार दो आलम सल्लल्लाहु अलैहि वसल्लम ये इंसानियत को तड़पता देखते थे और इंसानियत के इस तरह के हालात को देखते थे. मेरा नबी जनाब सरकार दो आलम सल्लल्लाहु अलैहि वसल्लम सारों कतार तड़प गए, रोने लगे, मचलने लगे और इन हालात को करार नहीं आया. आपने सुना होगा एक माँ, एक बच्चे की माँ का इंतकाल हो जाए, वो बच्चा सुबह भी उसे माँ याद आती है, रात भी उसे माँ याद आती है, खाने बैठे तो माँ याद आती है, लुकमा नहीं उठा पाता है, लुकमा उठाता है माँ याद आती है, लुकमा को छोड़ देता है. इसलिए कि माँ माँ हुआ करती है, माँ की तड़प उसके दिल में होती, तड़पता रहता है वो बच्चा, बल्कि सोने जाए तो नींद नहीं आती है, माँ याद आती है. अल्लाह के रसूल जनाब सरकार दो आलम सल्लल्लाहु अलैहि वसल्लम का यही हाल था कि घर में जाते थे, इंसानियत के इस तड़पने को देखते थे कि इंसान पर जुल्म हो रहा है. मेरे नबी को नींद नहीं आती थी, रात रोते थे, दिन रोते थे, घर में ही पुकारते थे, जिसने आसमान बनाया, जिसने जमीन बनाया, मैं उसी को पुकारता हूँ. ए अल्लाह, ये बनाने वाली जात, मैं आपको पुकारता हूँ. इस इंसानियत पर जुल्म मैं बर्दाश्त नहीं कर पाता.
ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിറായിൽ ഇത്രയധികം സമയം നബികൾ എന്തായിരുന്നു ചെയ്തിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ പല ഉത്തരങ്ങൾ ഉണ്ടായിരിക്കും. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മില്ലത്ത് അനുസരിച്ച് ഇബാദത്തുകൾ ചെയ്തിരുന്നു എന്നൊക്കെ റിവായത്തുകളുടെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ഈസാ അലൈഹിസ്സലാം അവസാനത്തെ പ്രവാചകരായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നിർദ്ദേശപ്രകാരമുള്ള ഇബാദത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരുന്നു എന്നൊക്കെ പല ഉത്തരങ്ങൾ നമ്മൾ പറയുമായിരിക്കും. റിവായത്തുകളിൽ അതിനൊക്കെ തെളിവ് ഉള്ളത് തന്നെയാണ്, ശരി തന്നെയാണ്. പക്ഷേ മഹാനായ അബ്ദുൽ വഹാബ് ഷാറാനി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ ഈ വിഷയത്തിൽ എഴുതുന്നുണ്ട്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിറാ ഗുഹയിൽ മണിക്കൂറുകൾ, ദിവസങ്ങൾ നബികൾ എങ്ങനെയാണ് ചെലവഴിച്ചത്, നബികൾ ഏത് കാര്യത്തിലായിരുന്നു മുഴുകിയിരുന്നത് എന്ന് ചോദിച്ചാൽ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഉമ്മത്തിനെ കുറിച്ചുള്ള വേദനയിലായിരുന്നു, മാനവരാശി ദുരിതത്തിലാകുന്നതിനെ കുറിച്ചുള്ള ദുഃഖത്തിലായിരുന്നു, കരച്ചിലായിരുന്നു നബികൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അറബ് സമൂഹത്തിൽ, ജനസമൂഹത്തിനിടയിൽ കൊലകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, പരസ്പരം വെട്ടും കൊലയും നടന്നുകൊണ്ടിരിക്കുന്നു, യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അടിമ വംശത്തിൽ പിറന്നുപോയതിന്റെ പേരിൽ മാത്രം ഒരു അടിമയെ പിടിച്ച് ഉന്നമായി നിർത്തി അവന്റെ കണ്ണിനെ, അവന്റെ കണ്ണിമയെ ഉന്നം വെച്ചുകൊണ്ട് അതിലേക്ക് അമ്പെയ്തുകൊണ്ടിരിക്കുന്നു. അടിമ, മനുഷ്യനായ അടിമ വംശത്തിൽ പിറന്നതിന്റെ പേരിൽ അവന്റെ കണ്ണിനെ ഉന്നമാക്കി വെച്ചുകൊണ്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ സമൂഹത്തിൽ എല്ലാ വിധത്തിലുള്ള ആക്രമണങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരയുകയായിരുന്നു. ഹിറായിൽ നബികൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വേദനിക്കുകയായിരുന്നു. നമുക്കറിയാം, നമ്മുടെ മാതാവ് മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ അല്ലാഹു അവരുടെ ഖബറിടം വിശാലമാക്കുമാറാകട്ടെ. ഞാൻ ഓർക്കുന്നു, എന്റെ മാതാവ് മരണപ്പെടുന്ന സമയത്ത് എന്നെ വെളുപ്പാൻ കാലത്ത് എന്റെ ഭാര്യ തട്ടി ഉണർത്തിയിട്ടാണ് എന്റെ മാതാവിന്റെ വിയോഗത്തിന്റെ വാർത്ത അറിയിക്കുന്നത്. എനിക്കത് കേട്ടപ്പോൾ തന്നെ ഉണ്ടായ എന്റെ അവസ്ഥ, ഞാൻ എത്ര ദിവസങ്ങൾ കരഞ്ഞുവെന്ന് എനിക്കറിയില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ എല്ലാവരുടെയും അവസ്ഥ ഇതാണ്. മാതാവിന്റെ വേർപാട് നമ്മെ വല്ലാതെ വേദനിപ്പിക്കും. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഉമ്മത്തിനെ, ഒരു മാതാവ് തന്റെ കുഞ്ഞിനെ സ്നേഹിക്കുന്നതിനേക്കാൾ, അല്ലെങ്കിൽ ഒരു കുഞ്ഞ് തന്റെ മാതാവിനെ സ്നേഹിക്കുന്നതിനേക്കാൾ എത്രയോ ഇരട്ടിയായി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഉമ്മത്തിനെ സ്നേഹിച്ചിരുന്നു. ഈ ഉമ്മത്തിന്റെ ദുരിതത്തിന്റെ പേരിൽ അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദിവസങ്ങൾ കരഞ്ഞത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിറാഇന്റെ രാപകലുകൾ ഈ ഉമ്മത്തിന്റെ ദുരിതത്തെ കുറിച്ചുള്ള വേദനയിലും ദുഃഖത്തിലും കരച്ചിലുമായിട്ടാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെലവഴിച്ചത്. ये एक लफ्ज बीच में मिला दें कि उम्मत ने इंसानियत के लिए, മുഴുവൻ മാനവരാശിയുടെയും നന്മയ്ക്ക് വേണ്ടി, മുഴുവൻ മാനവരാശിയുടെയും ദുരിതങ്ങളെ കുറിച്ച് ഓർത്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരഞ്ഞത്. इंसानियत के लिए मेरा नबी सरकार दो आलम सल्लल्लाहु अलैहि वसल्लम तड़प रहे हैं, रो रहे हैं, मचल रहे हैं. गार में जब नबी करीम जनाब सरकार दो आलम सल्लल्लाहु अलैहि वसल्लम तड़प रहे हैं, गार में मेरा मोहम्मद जनाब सरकार दो आलम सल्लल्लाहु अलैहि वसल्लम रो रहा है. और नबी करीम जनाब सरकार दो आलम सल्लल्लाहु अलैहि वसल्लम जब इंसानियत के लिए तड़प रहे हैं, मुल्की हालात के लिए तड़प रहे हैं. मैं सिर्फ मक्का का लफ्ज नहीं इख्तियार कर रहा हूं, मुल्की हालात को मेरे मोहम्मद अरबी जनाब सरकार दो आलम सल्लल्लाहु अलैहि वसल्लम, अब देखिए इल्म इलाही को उतारा जा रहा है और मुल्की हालात के लिए मेरा मोहम्मद तड़प रहा है. मोहम्मद के तड़पने पर अल्लाह ने जिब्राइल को उतार दिया और जिब्राइल ने आकर भेजा. वहां कहा पढ़िए इकरा, फिर कहा पढ़िए इकरा, फिर कहा पढ़िए मां अना बिकारी का इकरा बिस्मि रब्बिकल लज़ी खलक, अल्लाह के नाम से पढ़िए. जैसे अल्लाह के नाम से इकरा बिस्मि रब्बिकल लज़ी, मेरे नबी अलैहिस्सलातु वस्सलाम ने फरमाया. यहां नुक्ते की बात नकल करता हूं कि नबी करीम जनाब सरकार दो आलम सल्लल्लाहु अलैहि वसल्लम गार में जाकर इंसानियत के लिए तड़प रहे हैं तो जिब्राइल उतर आए. आज भी आज उम्मत मुस्लिमा अगर इंसानियत के लिए तड़पने वाली बन जाए, रोने वाली बन जाए, मचलने वाली बन जाए, उसके लिए इल्म इलाही को सीखने वाली बन जाए, तो याद रखना आज भी अल्लाह की तरफ से मदद उतर सकती है. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിറാ ഗുഹയിൽ മാനവരാശിക്ക് വേണ്ടിയാണ് കരഞ്ഞത്, മാനവരാശിയുടെ നന്മയ്ക്ക് വേണ്ടിയാണ് കരഞ്ഞത്.
നാടിന്റെ അവസ്ഥകൾ മുന്നിൽ വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേദനിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വേദനയ്ക്ക് പരിഹാരമായി പടച്ചവൻ എന്താണ് ചെയ്തത്? മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും മാനവരാശിക്കുമുള്ള എക്കാലത്തെയും പ്രശ്നങ്ങളുടെ പരിഹാരവുമായി മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമ ഇലാഹിയുമായി ദുനിയാവിലേക്ക് റസൂലുള്ളാഹി തങ്ങളിലേക്ക് അല്ലാഹു തആല അവതരിപ്പിക്കുകയുണ്ടായി. ഇന്നും നാം ഓരോരുത്തരും മാനവരാശിയെ കുറിച്ചുള്ള ചിന്ത, മാനവരാശി രക്ഷപ്പെടണമെന്നുള്ള ചിന്ത, മാനവരാശിയുടെ ദുരിതങ്ങളെ കുറിച്ച് ഓർത്തുള്ള വേദനയുമായി നാം അല്ലാഹുവിലേക്ക് തിരിയാൻ തയ്യാറായി കഴിഞ്ഞാൽ, പടച്ചവന്റെ സ്മരണയിലേക്ക് നാം തിരിയാൻ തയ്യാറായി കഴിഞ്ഞാൽ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല മാനവരാശിയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭാഗത്തു നിന്നുള്ള സഹായം അവതരിക്കാൻ അത് കാരണമായിരിക്കും. आज मुसलमान कौन तड़पने वाला है जरा बताओ। फलस्तीन के हालात बिगड़ रहे हैं, मुल्क के हालात बिगड़ते जा रहे हैं, इंडिया के हालात बिगड़ रहा है, लेकिन कोई इंसान तड़पने वाला नहीं। आराम से सोने वाले तो मिलते हैं, रोने वाले नहीं मिलते हैं, तन्हाई में बैठने वाले नहीं मिलते हैं। जिस तरह माँ का इंतकाल होता है, माँ के बाद बच्चा तड़पता है, लेकिन इंसानियत मर रही है। आज का मुसलमान बच्चे की तरह मोहब्बत नहीं, माँ की तरह मोहब्बत इस इंसानियत से नहीं करता है। फलस्तीन में एक बच्ची के साथ जिना किया गया और जिना करने के बाद उसकी कनपट्टी पर बंदूक रखा गया और कहा गया कि तेरी आखिरी ख्वाहिश क्या है। उस बच्ची ने कहा था कि कल कयामत के दिन अल्लाह के पास जाकर तुम्हारी शिकायत करूंगी। अल्लाह अकबर कबीरा। आज मुसलमान खाली गफलत में सोया हुआ, एक फर्द वो नहीं मिलता है जो तड़पने वाला हो, एक फर्द वो नहीं मिलता है जो रोने वाला हो। उम्मत के लिए तड़पने, इंसानियत के लिए तड़पने, इंसानियत के लिए मेरा मोहम्मद तड़पता था, लेकिन आज का मुसलमान अपने मुसलमान भाई के लिए तड़प नहीं रहा। മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാനവരാശിക്ക് വേണ്ടി നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞു. ഇന്ന് നമ്മുടെ അവസ്ഥ എന്താണ്? ഉമ്മത്തിന്റെ പ്രശ്നങ്ങളുടെ വിഷയത്തിൽ പോലും നമുക്ക് വേദനയില്ല, നമുക്ക് കരച്ചിലില്ല. ഇന്ന് ലോകത്തിന്റെ അവസ്ഥ എന്താണ്? സാഹചര്യം എന്താണ്? ഫലസ്തീനിൽ ദിനം പ്രതി അക്രമങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, അവിടുത്തെ ജനതയെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നു, നമ്മുടെ പെൺമക്കളെ അവിടെ മാനഭംഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു കൗമാരക്കാരിയായ പെണ്ണിനെ മാനഭംഗം ചെയ്തു. അവസാനം ആ പെൺകുട്ടിയുടെ നെറ്റിയിലേക്ക് തോക്ക് ചൂണ്ടിക്കൊണ്ട് അക്രമിയായ ആ മനുഷ്യൻ ചോദിക്കുകയാണ്, നിന്റെ അവസാനത്തിൽ എന്തെങ്കിലും ഒരു ആഗ്രഹമുണ്ടെങ്കിൽ പറയണം. ഫലസ്തീൻ പെൺകുട്ടിയാണ്, മുഅ്മിനത്തായ പെൺകുട്ടിയാണ്. അവസാനമായി നെറ്റിയിലേക്ക് മാനഭംഗപ്പെടുത്തിയതിനു ശേഷം തോക്ക് ചൂണ്ടിയുള്ള ചോദ്യമാണ്. ആ പെൺകുട്ടി പറഞ്ഞു, എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് അറിയുമോ? എന്റെ റബ്ബിന്റെ അടുക്കൽ പോയി നിന്നെ പറ്റി പരാതി പറയണം, എനിക്ക് നിന്നെ പറ്റിയുള്ള ആവലാതി എന്റെ റബ്ബിന്റെ മുന്നിൽ എനിക്ക് ബോധിപ്പിക്കണം. അതാണ് എന്റെ ഇനിയുള്ള ഏറ്റവും വലിയ ആഗ്രഹമെന്ന് ആ പെൺകുട്ടി പറഞ്ഞിട്ട് ഈ ലോകത്തോട് വിട പറഞ്ഞു. പ്രിയമുള്ളവരെ, ഇത്തരം സംഭവങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് വേദനയുണ്ടോ? ഒരു മാതാവ് തന്റെ കുഞ്ഞിന്റെ മരണത്തിന്റെ വിഷയത്തിൽ ദുഃഖിച്ച് കരയുന്നുണ്ട്, വേദനിക്കുന്നുണ്ട്. നമുക്ക് ഈ മാനവരാശി നമ്മുടെ മുന്നിൽ ഇത്തരത്തിൽ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, നമുക്ക് യാതൊരു വേദനയുമില്ല. മാനവരാശിയെ കുറിച്ചൊന്നല്ല, ഉമ്മത്തിനെ കുറിച്ച് പോലും നമുക്ക് വേദനയില്ല. നാം സ്വയം നമ്മുടെ കാര്യങ്ങളുമായി മാത്രം ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. इल्म इलाही को उतारा जाने वाला था और मेरा मोहम्मद तड़प रहा है। आज नीयत इस बात की करें कि इंशाअल्लाह इल्म इलाही को भी सीखेंगे और इंसानियत के लिए भी हम तड़पने वाले इंशाअल्लाह बनेंगे इंशाअल्लाह। അതുകൊണ്ട് എല്ലാവരും നിയത്ത് ചെയ്യും. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നാം ഇൽമിന്റെ വഴിയിലേക്ക്, ഖുർആനിന്റെ ഇൽമിന്റെ വഴിയിലേക്ക് തിരിയണം. അതിനോടൊപ്പം തന്നെ മാനവരാശിയുടെ ദുരിതത്തിന്റെ വിഷയത്തിൽ നമുക്ക് വേദനയും ഉണ്ടാകണം. वक्त कम है, जितनी बातें करनी थी बताया गया कि पौना ही घंटा है, तो इसी में इस आजिज ने ये बात कही है। नमाज का वक्त गालिबन हो रहा होगा। कितने वक्त पर है? नमाज के बाद आके सरल रखना और दुआ करना। हाँ जी, तो आप सब नियत करोगे इंशाअल्लाह हम इल्म इलाही यानी कुरान को भी सीखेंगे और साथ में रोने वाली कौम बनेंगे, दर्द रखेंगे इंशाअल्लाह। एक चूंटी मरे तो मुसलमान रोता है, मुसलमान तड़पता है। इस तरह का मिजाज हमारा बनना चाहिए। अल्लाह आप सबको कबूल व मंजूर फरमाए।
അതുകൊണ്ട് എല്ലാവരും ഇൻഷാ അല്ലാഹ് വീണ്ടും പറയുകയാണ്, ഇൽമിനെ കുറിച്ച് നമുക്കൊരു ചിന്തയുണ്ടാകണം. നമ്മൾ ഇൽമുമായി ബന്ധപ്പെടണം. അതിനോടൊപ്പം ലോകത്തെമ്പാടുമുള്ള ദുരിതം അനുഭവിക്കുന്ന മനുഷ്യരുടെ വേദന നമ്മുടെ വേദനയായി തീരണം. അതേപോലെ മുസ്ലിം ഉമ്മത്ത് എവിടെയെല്ലാം വേദനിക്കുന്നുണ്ടോ, പ്രയാസപ്പെടുന്നുണ്ടോ, അത് ആ വേദന നാം ഏറ്റെടുക്കാൻ തയ്യാറായി തീരണം. मैं इल्म इलाही पर बहुत सी बातें करने वाला था। सीरत से इल्म इलाही को समझाना, नबी अलैहिस्सलातु वस्सलाम कैसे तड़पते थे, फिर कैसे कुरान नाजिल हुआ, उस कुरान के बाद सहाबा पर कैसे मुंतकिल किया गया और उस सहाबा ने किस तरह फैलाना शुरू किया और किस तरह मदीना मुनव्वरा का मंजरनामा बना है। फिर इसके बाद दावत का निज़ाम कब आया, किस तरह दावत, और दावत के बाद नबी करीम जनाब सरकार दो आलम सल्लल्लाहु अलैहि वसल्लम ने किस तरह यकीन का मादा उनके अंदर पैदा किया, कि कैसा यकीन था कि कम मिन फिअतिन कलीलतिन गलबत फिअतन कसीरतन बिइज़्निल्लाह। इन आयत पर उन्हें ऐसा यकीन था। आज कम मिन फिअतिन कलीलतिन गलबत फिअतन कसीरतन बिइज़्निल्लाह पढ़ते तो है, लेकिन हमें यकीन नहीं। ഞാൻ പറഞ്ഞു പൂർത്തീകരിക്കാൻ ആഗ്രഹിച്ചിരുന്ന വിഷയം എന്തെന്നാൽ, അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള ഇൽമ് എപ്രകാരമാണ് പരിശുദ്ധമായ ഇൽമ് ഭൂമിയിലേക്ക് അവതരിച്ചത്, അത് ഞാൻ വിശദീകരിച്ചു. തുടർന്ന് അങ്ങോട്ട് പറയാൻ ആഗ്രഹിച്ചത്, ആ ഇൽമ് സഹാബത്ത് എങ്ങനെ ഏറ്റെടുത്തു, സഹാബത്ത് അതിനെ എങ്ങനെ പ്രചരിപ്പിച്ചു, ആ ഇൽമ് എങ്ങനെ ആമായി, അതിനുശേഷം സമൂഹത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമൂഹത്തിൽ ദഅവത്തിന്റെ പരിശ്രമം ഏത് രൂപത്തിൽ സജീവമായി നടന്നു, ദഅവത്തിന്റെ പരിശ്രമം സജീവമായപ്പോൾ സഹാബത്തിന്റെ യഖീൻ എങ്ങനെയായി തീർന്നു. കം മിൻ ഫിഅത്തിൻ ഖലീലത്തിൻ ഗലബത് ഫിഅത്തൻ കസീറതൻ ബിഇദ്നില്ലാഹ് എന്ന് പറയുന്ന തരത്തിൽ ന്യൂനപക്ഷം ഭൂരിപക്ഷത്തെ അല്ലാഹുവിന്റെ തീരുമാന പ്രകാരം കീഴ്പ്പെടുത്തുന്ന തരത്തിൽ, അധീനപ്പെടുത്തുന്ന തരത്തിൽ ഉയർന്ന ഈമാനിന്റെ വക്താക്കളായി സഹാബത്തുൽ കിറാമിൽ പരിവർത്തനം ഉണ്ടായതിനെ പറ്റിയായിരുന്നു ഞാൻ പറഞ്ഞു പൂർത്തീകരിക്കാൻ ആഗ്രഹിച്ചത്. अल्लाह ताला आप सबके बैठने को कबूल फरमाए। यहाँ के तालीम ताल्लुम कुरान पढ़ने वाले, हदीस पढ़ने वाले, किताबें पढ़ने वाले, यहाँ की तलबा तालिबात जो बेटियाँ बच्चियाँ पढ़ रही है, अल्लाह ताला सबको कबूल फरमाए। इल्म का नूर अता फरमाए, इल्म इलाही उनकी ज़िंदगी में उतारे, अमल सादिक बनाए उनकी ज़िंदगी को और ज़िंदगी प्यारी ज़िंदगी बनाए। जो बात अल्लाह ने कहलाई अमल करने की तौफीक अता फरमाए। व आखिर दावाना अल्हम्दुलिल्लाहि रब्बिल आलमीन।